ഹലോ ഗുഡൻ ടാഗ്. എന്താണ് വേർഡൻ? ഒരേ സമയം ഇമ്പോർട്ടൻറ്റും അല്പം കോംപ്ലിക്കേറ്റഡുമായൊരു വെർബാണ് വേർഡൻ. സോ എന്തുകൊണ്ടാണ് വേർഡൻ അല്പം കൺഫ്യൂസിങ് ആവുന്നത്? വേർഡൻ ഒരേ സമയം ഒരു ഫോൾ വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബായും അതേപോലെ തന്നെ ഒരു ഹെൽപ്പിംഗ് വെർബായും യൂസ് ചെയ്യും. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ഡീറ്റെയിൽ. സോ ദ ഫസ്റ്റ് കേസ് ഈസ് വേർഡൻ ആസ് എ മെയിൻ വെർബ്. സോ ഇവിടെ വേർഡൻ്റെ അർത്ഥം ടു ബിക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ആകുക അല്ലെങ്കിൽ ആയിത്തീരുക എന്നുള്ളതാണ്. സോ വേർഡൻ ഫോൾ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ വേർഡൻ ആയിരിക്കും സെക്കൻഡ് പൊസിഷൻ. അതുപോലെ തന്നെ അതിനുശേഷം നൊമിനാറ്റീവ് അല്ലെങ്കിൽ ഒരു അഡിജക്റ്റീവ് വരാവുന്നതാണ്. വേർഡൻ പ്ലസ് നൊമിനാറ്റീവിൻ്റെ ഒരു ഉദാഹരണമാണ് ഇഷ് വേർഡ് ആസ്റ്റ്. അതിൻ്റെ അർത്ഥം ഞാനൊരു ഡോക്ടർ ആവുകയാണ് അല്ലെങ്കിൽ ഐ എം ബിക്കമിങ് എ ഡോക്ടർ. മറ്റൊരു എക്സാമ്പിളാണ് സി വേർഡ് മുട്ട. അതിൻ്റെ അർത്ഥം അവളൊരു അമ്മയാവുകയാണ് അല്ലെങ്കിൽ ഷീസ് ബിക്കമിങ് എ മദർ. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വേർഡൻ സെക്കൻഡ് പൊസിഷനും അതിനുശേഷം ഒരു നൊമിനാറ്റീവുമാണ് വരുന്നത്. അതുപോലെ തന്നെ വേർഡൻ പ്ലസ് അഡിജക്റ്റീവിൻ്റെ ഒരു ഉദാഹരണമാണ് സി വേർഡ് ആൾട്ട്. എന്ന് വെച്ചാൽ അവൾക്ക് പ്രായമാവുകയാണ് അല്ലെങ്കിൽ ഷീസ് ബിക്കമിങ് ഓൾഡ്. മറ്റൊരു എക്സാമ്പിളാണ് ദു വെർസ് നെർവിയോസ്. അതിൻ്റെ അർത്ഥം യു ആർ ബിക്കമിങ് നെർവസ് അല്ലെങ്കിൽ നീ നെർവസ് ആവുകയാണ്. ഇവിടെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സെക്കൻഡ് പൊസിഷൻ വേർഡനും അതിനുശേഷം ഒരു അഡ്ജക്റ്റീവാണ് വരുന്നത്. വേർഡൻ്റെ പ്രിട്ടേറുട്ടും കേസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈഷ് വൂർഡെ ആസ്റ്റ്. അതിൻ്റെ അർത്ഥം ഐ ബിക്കെയിം ഡോക്ടർ. മറ്റൊരു എക്സാമ്പിളാണ് സി വെറുടെ ആൾട്ട്. അതിൻ്റെ അർത്ഥം ഷീ ബിക്കെയിം ഓൾഡ്. എന്ന് വെച്ചാൽ അവൾക്ക് പ്രായമായി. ഇത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നതാണ്. എന്നാൽ ഒരു ഉൺറേഗൽമാസിക് വെർബായ വേർഡൻ്റെ പാർട്ടിസിപ്സുമായി ഗവോർഡനാണ്. അവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നത് സൈനുമാണ്. ഫോർ എക്സാമ്പിൾ ഇഷ് ബിൻ ആസ്റ്റ് ഗവോർഡൻ. അതിൻ്റെ അർത്ഥം ഐ ഹാവ് ബിക്കം എ ഡോക്ടർ. അല്ലെങ്കിൽ വി എസ് ഇൻ ദ മ്യൂഡെ ഗവോർഡൻ. അതിൻ്റെ അർത്ഥം വി ഹാവ് ബിക്കം ടയേർഡ്. ഇതാണ് വേർഡൻ ഒരു ഫോൾ വെർബ് ആകുമ്പോഴുള്ള കേസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് ഇൻഫിനിറ്റീവ് വെർബുകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെയാണ് നമ്മൾ ഫിറ്റ് ടു റൈൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ. ഫോർ എക്സാമ്പിൾ ഇഷ് വേർഡ് മോഗൻ കോമൻ. അതിൻ്റെ അർത്ഥം ഐ വിൽ കം ടുമോറോ. മറ്റൊരു സെൻറ്റൻസ് ആണ് വി ആർ വേർഡൻ ദസ് ഔട്ടോ കൗഫൻ ഓർ വീൽ ബൈ ദ കാർ. വേറൊരു എക്സാമ്പിളാണ് ഇഷ് വേർഡ് ഓഫ് ഡിഷ് വാട്ടൺ ഓർ ഐ വിൽ വെയിറ്റ് ഫോർ യു. സോ ഇതാണ് വേർഡൻ ആസ് എ ഹെൽപ്പിംഗ് വെർബ് എന്ന കേസ്, അല്ലെങ്കിൽ ഫിറ്റ് ടു റൈൻസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് പൊസിഷൻ വേർഡനും അതുപോലെ തന്നെ മറ്റൊരു വെർബ് ഇൻഫിനിറ്റിയിൽ വരുന്നതുമാണ്. പക്ഷേ ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള വേർഡന് മറ്റൊരു യൂസ് കൂടിയുണ്ട്. ചിലപ്പോഴൊക്കെ കമാൻഡ് കൊടുക്കാനും വേർഡൻ ആസ് എ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദു വിസ് സപ്പോർട്ട് ഇൻസ് ബെഡ് ഗെയിൻ ഓർ യു വിൽ ഗോ ടു ദ ബെഡ് ഇമീഡിയറ്റ്ലി. മറ്റൊരു എക്സാമ്പിളാണ് സി വേർഡൻ യെറ്റ്സ് ദി പ്രൂഫും സ്ട്രൈവൻ. യു വിൽ റൈറ്റ് ദിസ് എക്സാം നൗ. പക്ഷേ ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും ഒരു പൊളൈറ്റ് വേ ഓഫ് കമാൻഡിങ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒക്കേഷനായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. കൂടുതലും പേരൻസും ടീച്ചേഴ്സുമാണ് സാധാരണയായി ഇത് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് കേസസ് ഓഫ് വേർഡന് പുറമെ പാസീവ് സെൻറ്റൻസുകളിലും വേർഡൻ ഉപയോഗിക്കാറുണ്ട്. അതായത് വേർഡൻ പ്ലസ് പാർട്ടിസിപ്സുമായി. പാസീവിൽ ആക്ടിവിറ്റിക്കാണ് പ്രാധാന്യം കൂടുതലുള്ളതെന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ മൈൻ ഔട്ടോ വെർഡ് റിപ്പാറിയർഡ്. അതായത് മൈ കാർ ഈസ് ബീങ് റിപ്പയർഡ്. അല്ലെങ്കിൽ ദസ് പ്രോബ്ലം വെർഡ് ഗെലോസ്റ്റ് ഓർ ദ പ്രോബ്ലം ഈസ് ബീങ് സോൾവ്ഡ്. പാസീവ് മറ്റൊരു ഗ്രാമാറ്റിക് പോർഷൻ ആയതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഡിസ്കസ് പാസീവ് ഇൻ സം അതർ വീഡിയോസ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.